വെള്ളാപ്പള്ളി നടേശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ധാരണയിലെത്തിയത് അയാൾക്കെതിരെയുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ്. വെള്ളാപ്പള്ളി നടേശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത് പിണറായി സർക്കാരാണ്. ആ പിണറായി സർക്കാരിനെ ചതിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പിന്തുണ നൽകാനാണ് വെള്ളാപ്പള്ളിയുടെ നീക്കം. ഇത് പക്ഷേ CPMൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. നന്ദികേടും നെറുകേടുമാണ് വെള്ളാപ്പള്ളി കാണിക്കുന്നത്. അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ്. വെള്ളാപ്പള്ളിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പല നേതാക്കളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി എടുത്ത കേസിലാണ് വെള്ളപൂശി വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാണിച്ച് തൃശ്ശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദന് നോട്ടീസ് അയച്ചു. അതായത് കുറച്ച് ദിവസം മുമ്പ് തന്നെ ക്ലീൻ ചിറ്റ് തീരുമാനം കോടതിയെ വിജിലൻസ് അറിയിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തിന് ചികിത്സയിലാണ് VS അച്യുതാനന്ദൻ. ഈ സാഹചര്യത്തിൽ നോട്ടീസിനോട് എങ്ങനെ VS പ്രതികരിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. VSന്റെ മകൻ VA അരുൺകുമാറാണ് നിലവിൽ VSന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. SNDP യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ 15 കോടിയിലധികം ക്രമക്കേട് നടന്നുവെന്നായിരുന്നു VSന്റെ പരാതി. പിന്നോക്കക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. സംസ്ഥാനത്തുടനീളം 124 കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത്. വിജിലൻസ് അന്വേഷിച്ചതിൽ 5 കേസുകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത്. മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരിച്ച് അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. 54 കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ കേസുകളിലും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളും വൈകാതെ കോടതിയിലെത്തും. ഇതിനിടെയാണ് വെള്ളാപ്പള്ളിയുടെ കൊച്ചുമകളുടെ വിവാഹ സൽക്കാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി വെള്ളാപ്പള്ളിയുമായി നിർണായക ചർച്ചകൾ നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ പിന്തുണ BJPക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കി. കേരളത്തിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുക്കുന്നുവെന്ന് വെള്ളാപ്പള്ളിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മോദിയെയും BJPയെയും വെള്ളാപ്പള്ളിയും എതിർക്കില്ല. ഇതെല്ലാം സംഭവിച്ചത് വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്തതുകൊണ്ടാണ്. മുൻ BDJS BJPക്കൊപ്പം ചേർന്നതോടെ വെള്ളാപ്പള്ളിക്കെതിരെ CPM ആരോപണം കടുപ്പിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് സംസ്ഥാന വ്യാപകമായി അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണത്തിനിടെയാണ് വെള്ളാപ്പള്ളിയെ കേരള നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായി സർക്കാർ നിയമിക്കുന്നത്. ഇതോടെ പിണറായി സർക്കാരിനൊപ്പമായി വെള്ളാപ്പള്ളി. കേസ് തീരുമ്പോൾ വീണ്ടും BJP പക്ഷത്തേക്ക് വെള്ളാപ്പള്ളി മാറുകയാണെങ്കിൽ അതൊരു തിരിച്ചടിയാണ് CPMന്. പക്ഷേ CPM അടങ്ങിയിരിക്കുമോ? പണി പശുവിൻ പാലിൽ കിട്ടില്ലേ? ഇപ്പോൾ തന്നെ മൈക്രോ ഫിനാൻസ് നടത്തിപ്പിൻ്റെ കോർഡിനേറ്ററായിരുന്ന മഹേശൻ അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ആക്ഷേപമുയർന്നിരുന്നു. ഈ ആത്മഹത്യാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ പല കേസുകളിലും അവസാനം അഴിയെണ്ണി അകത്ത് കിടക്കാനാകും വിധി. അതായത് വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് എത്രയോ ശരിയാണ്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ഒരു വാർത്തയുമായി.